നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഗൂഗിൾ ക്രോമുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ സെറ്റിങ്സാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗൂഗിൾ ക്രോമുമായി ബന്ധപ്പെട്ട് ഡൗൺലോഡിങ്ങിൻ്റെയും റീലോഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ സ്ക്രോൾ സ്പീഡൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി. ഗൂഗിൾ ക്രോമിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സാണ്. ഒന്ന് രണ്ട് സെറ്റിങ്സുകളാണ്. നമുക്ക് ഏതൊക്കെ നോക്കാം. നമ്മളൊക്കെ പല കാര്യങ്ങളും ഗൂഗിളിലൂടെ സെർച്ച് ചെയ്യാറുണ്ടെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാകാറില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നോ അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ സാധിക്കും. ഞാൻ കാണിച്ചാൽ ആ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം ഞാൻ കാണിച്ചിരുന്നതിന് വേണ്ടി സെർച്ച് ചെയ്യാണ്. ഇപ്പോൾ ഉദാഹരണം നടൻ മമ്മൂട്ടിയുടെ ഫോട്ടോ ഞാൻ സെർച്ച് ചെയ്യാണ്. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ മുകളിലായിട്ട് നമുക്ക് ഇമേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫോട്ടോസുകൾ കിട്ടും. ഇതിൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഒരുപാട് ടാഗുകൾ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഏറ്റവും അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെ കാണാം സെർച്ച് ടൂൾസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. പിന്നെ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ഓപ്ഷൻ കൂടെ താഴെ ഭാഗത്ത് പുതിയ ലൈൻ വന്ന് കാണാൻ സാധിക്കും. സൈസ്, കളറ്, യൂസേജ് റൈറ്റ്, ടൈപ്പ് എന്നുള്ള ഒരുപാട് ഓപ്ഷൻസ് കാണും. അപ്പോൾ സെർച്ച് ടൂളിനകത്ത് ഒരുപാട് സെറ്റിങ്സുകളാണ് ഈ കാണിക്കുന്നത്. ഇവിടെ സൈസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരാളുടെ ഫോട്ടോ സെർച്ച് ചെയ്തു. ഇപ്പോൾ മമ്മൂട്ടിയാണെങ്കിൽ മമ്മൂട്ടിയുടെ ഫോട്ടോ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഫോട്ടോ ലാർജ് ഫോട്ടോ, മീഡിയം ഫോട്ടോ എന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്കൊരാളുടെ ഫോട്ടോ സെർച്ച് ചെയ്യുമ്പോൾ അയാളുടെ ലാർജ് വലിയ ഫോട്ടോ, ഫുൾ ഫോട്ടോ കിട്ടണം, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വലിയ ഫോട്ടോ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ ഫോട്ടോകൾ ഒഴിവാക്കി വലിയ ഫോട്ടോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലാർജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ലാർജ് ഫോട്ടോകൾ നമുക്ക് കിട്ടുന്നത് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ കളറാണ്. അപ്പോൾ മമ്മൂട്ടിയുടെ ഏതെങ്കിലും ഒരു കളർ നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്ന് അനി കളർ എന്നാണെങ്കിൽ മമ്മൂട്ടിയുടെ എല്ലാ ഫോട്ടോയും നമുക്ക് എല്ലാ കളറിലുള്ള ഡ്രസ്സ് ഇട്ട ഫോട്ടോ നമുക്ക് കിട്ടും. ഇവിടെ ഫുൾ കളർ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ട്രാൻസ്പെറൻറ്റ്, അതായത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് PNG ഫയലായിട്ട് കിട്ടാൻ ട്രാൻസ്പെറൻറ്റ് ക്ലിക്ക് ചെയ്യുക. താഴെ കളറുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ബ്ലൂ കളർ സെലക്ട് ചെയ്യണം. അപ്പോൾ മമ്മൂട്ടിയുടെ ബ്ലൂ കളറുമായി ഇപ്പോൾ കാണാൻ സാധിക്കും. ഫോട്ടോയിലൊക്കെ ഏകദേശം ബ്ലൂ കളറുള്ള ഷർട്ട് ഇട്ട മമ്മൂട്ടിയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഒരു ബ്ലൂ കളർ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ബ്ലൂ കളർ ഷർട്ടോ അല്ലെങ്കിൽ ഡ്രസ്സോ ഇട്ടിട്ടുള്ള ഫോട്ടോകൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് വേറെയും ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. യൂസേജ് റൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ചില ഫോട്ടോകൾക്ക് കോപ്പിറൈറ്റ് വരും. അപ്പോൾ കോപ്പിറൈറ്റ് ഇല്ലാതെ വരുന്ന ഫോട്ടോകൾ നമുക്ക് കിട്ടാനുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക ഓപ്ഷനാണ്. അതുപോലത്തെ തൊട്ടടുത്തായിട്ട് ടൈപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏത് ടൈപ്പിലുള്ള ഫോട്ടോ ആണ് വേണ്ടത്, ഫേസ് ടൈപ്പാണോ, ക്ലിപ്പ് ആർട്ടാണോ, ലൈൻ ഡ്രോയിങ് ആണോ, അല്ലെങ്കിൽ ജിഫ് വീഡിയോ ആണോ എന്നൊക്കെ നമ്മുടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓരോന്നും നമ്മൾ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സാണ് അനി ടൈം എന്നുള്ളൊരു ഓപ്ഷൻ. ഈ അനി ടൈം എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 24 മണിക്കൂർ സമയത്തേക്ക് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോയും പാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച, അതുപോലെ തന്നെ പാസ്റ്റ് മന്ത്, കഴിഞ്ഞ മാസം, പാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം, അപ്പോൾ ഓരോ സമയത്ത് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ പാസ്റ്റ് 24 പാസ്റ്റ് വീക്കോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാന 24 എന്തൊക്കെ ഫോട്ടോകൾ സെലക്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ 7 മണിക്കൂർ, 20 മണിക്കൂർ, 11 മണിക്കൂറൊക്കെ ഇവിടെ ടൈം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തുള്ള അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോകളും തമ്പനയിലുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അതുപോലെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങ് സെർച്ച് ചെയ്ത് കളയാറാണ്. എന്നാൽ ഇനി നമുക്ക് ഓരോന്നും സെലക്ട് ചെയ്ത് പ്രത്യേകം മാർക്ക് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.